വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പൂക്കൾ ഇഷ്ടപ്പെടാത്ത ആരുണ്ടാവില്ലല്ലോ. അതിസുന്ദരമായ സുന്ദരികളായ പൂച്ചെടികൾ, പൂമരങ്ങൾ, കൊന്നപ്പൂക്കളെ വെല്ലുന്ന പൂക്കളാണ്. എന്തൊരു പൂവാണ് നിൽക്കുന്ന മഞ്ഞപ്പൂക്കൾ. കൊന്നച്ചെടികളുടെ വെല്ലുന്ന, കൊന്നച്ചെടികളുടെ മതി കറക്കുന്ന അതിമനോഹരമായ പൂച്ചെടികൾ, പൂമരങ്ങളാണ്, സുന്ദരികളാണ്. സുന്ദരികൾ അതാ ഇന്ന് നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളുന്നത് അതിസുന്ദരിയായ മഞ്ഞപ്പൂക്കൾ നിറഞ്ഞ മരങ്ങളാണ് കേട്ടോ. ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ അവരാണ് നിൽക്കുന്നത്. ആണല്ലേ? അതിസുന്ദരിയായ പൂച്ചെടികൾ, നമ്മുടെ നാട്ടിലെ കൊന്നപ്പൂവിനെ വെല്ലുന്ന മനോഹരമായ പൂമരങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തല്ലേ 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 അതിസുന്ദരം, സുന്ദരം, 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 സുന്ദരി. സുന്ദരികൾ കേട്ടോ. അതായത് പൂക്കളതൊക്കെ ഈ വിരിയുന്നതൊക്കെ പെണ്ണായിട്ടല്ലേ നമ്മൾ കണക്കൂട്ടാൻ പറ്റുള്ളൂ. സുന്ദരികളായ പൂച്ചെടികളും സുന്ദരന്മാർ തൊട്ടടുത്തുണ്ട് കേട്ടോ. കണ്ടോ, ഒരു സുന്ദരിക്കൊരു രണ്ട് സുന്ദരനാണ്. കണ്ടില്ലേ? അടിപൊളിയായിട്ടില്ലേ? എന്തൊരു ഭംഗിയിലാണ് വെട്ടുപിടിപ്പിച്ചിരിക്കണത്. ഇവരെന്താ വടിയിട്ടൊക്കെ അടി നടക്കുന്നുണ്ട് കേട്ടോ. അതിസുന്ദരമായിട്ടുണ്ട്. അതിമനോഹരമായി മനോഹരികളായിട്ടും ഒന്നിൻ്റെ അടിയിൽ നോക്ക്. നിങ്ങൾ പറയണത് ഞാൻ ശരിയല്ലേ? നോക്കാം. ഒന്നിൻ്റെ അടിയിൽ രണ്ടിൻ്റെ അടിയിൽ അങ്ങനെ ഒരു സുന്ദരിയായ പൂമരത്തിന് രണ്ട് തുണകളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവർക്കുള്ളതില്ലല്ലോ. ഇതാ കണ്ടില്ലേ? അപ്പോൾ ഒരുപാട് സുന്ദരികളും സുന്ദരന്മാരുമായി ഈ റോഡ് ഫുള്ളായിട്ട് പൂത്തുലയുന്നു. അതിലേറെ വലിയൊരു കാര്യം എന്താ പറയാനുള്ളത്? നമ്മളെ ഇത് നല്ല പൂച്ചെടികളാണ് കേട്ടോ, പൂമരങ്ങളാണ്. അതിലേറെ വലിയൊരു കാര്യം പറയാൻ എന്താ വെച്ചാൽ, നമ്മളെ ഇന്നിവിടെ നല്ല മഴക്കാറ് മൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മഴക്കാറ് മൂടിയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് നല്ല സുന്ദരി കുട്ടികളായിട്ട് നമ്മളെ പൂമരങ്ങൾ ഇങ്ങനെ പൂത്തുലയുന്നത്. എന്തൊരു ഭംഗിയിലാണ് പൂത്ത് നിൽക്കുന്നത്. അടാ എന്താ പൂ നോക്കാം. ഞാൻ വെറുതെ പറയുന്നത് നോക്കാം. എന്തൊരു സുന്ദരൻ. ആ സുന്ദരികളായ പൂച്ചെടികൾക്ക് രണ്ട് സുന്ദരന്മാർ അപ്പുറത്തും. അവർ പൂക്കളില്ല. അവർ ഉണങ്ങി തുടങ്ങിയിട്ട് അവർക്ക് എപ്പോഴും ഒരു ഉണങ്ങിയ മാതിരിയാണ്. മേക്കപ്പില്ല. മേക്കപ്പ് ഇട്ട പെണ്ണുങ്ങൾ കണ്ടെങ്കിൽ എന്തൊരു സുന്ദരി കുട്ടികൾ, എന്തൊരു ഭംഗിയിലാണ് പൂത്ത് നിൽക്കുന്നത്. ഇത് 1 2 അല്ല, കിലോമീറ്ററോളം അങ്ങനെ തന്നെ ഉള്ളത് പൂത്ത് നിൽക്കുന്ന സുന്ദരിയായ ഈ മരത്തിൻ്റെ പേര് കൊന്നച്ചെടി അല്ല, എന്തോ ചെടിയാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള 2 ആൾക്കാർ പൂക്കിട്ടോ, ചുവന്ന കളറിലാണ് പൂക്ക. അവരുടെ സമയം ഇപ്പോഴല്ല. ഇതെന്തൊരു ഭംഗിയിലാണ് നിൽക്കുന്നത്. കണ്ടില്ലേ? എന്തൊരു ഭംഗിയാണ് ഇവനക്കൊക്കെ. പൂത്ത് കൊലച്ച് നിൽക്കുന്ന കൊന്നച്ചെടികളെ നിങ്ങളെ കണ്ടോളൂ. ഇന്നത്തെ കാലാവസ്ഥ നല്ല മൂടലുണ്ട്, മഞ്ഞാണ്. സുന്ദരമായിട്ട് നടന്നു പോകാൻ പറ്റുന്ന തണുപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂച്ചെടികളാണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവർ നിൽക്കുന്നുണ്ടോ? എന്തൊരു സുന്ദരിയായിട്ടാണ് നിൽക്കുന്നത്. ഹായ് ഹായ് ഹായ്. അതിൻ്റെ തൊട്ടടുത്ത് 2 അപ്പുറത്തുണ്ട്. അതേ രസം. കണ്ടില്ലേ? സുന്ദരനും ഇവൾ സുന്ദരിയാണ്. ഇനി ഞാൻ കുറച്ചുകൂടി മുന്നേ പോയിട്ട് കളിത്തണം കേട്ടോ. ആ സുന്ദരന്മാർ ഉണങ്ങിക്കല്. അവർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആണുങ്ങൾ മൊത്തത്തിൽ ആണുങ്ങൾ അങ്ങനെയല്ലേ. അപ്പുറത്ത് അവൻ ചുവപ്പ് പൂവാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത് അപ്പുറത്തൊന്ന് ഇപ്പുറത്തൊന്ന് ഇതാണ്ടോ. കണ്ടില്ലേ? അപ്പോൾ ഈ സുന്ദരി നല്ല മേക്കപ്പ് കിട്ടല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇവർ മറ്റൊരു കുഴത്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതാണ് സുന്ദരിക്കുട്ടി അടിയിലുണ്ട് കേട്ടോ. അടിയില്ലേ? ഈ സുന്ദരൻ്റെ ഇടയിൽപ്പെട്ടു പോലെ ഇതായിക്കണേ. അതിസുന്ദരമായ പൂക്കൾ, ചെടികൾ, സുന്ദര സുന്ദരി. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക. ഇതുപോലെ കിടിലം വീഡിയോവുമായി വരും വരെ എല്ലാവരോടും ബൈ. അപ്പുറത്തുള്ള ഈത്തപ്പഴത്തിൻ്റെ തോട്ടം കണ്ടെങ്കിൽ എന്തല്ലേ? ഇതുപോലെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഫോളോ ചെയ്തോളി, നമ്മളോടൊപ്പം കൂടിക്കോളേയും. അപ്പോൾ അതേപോലെ പറയുകയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ
വലിയൊരു സിറ്റിയിൽ എത്തിക്കഴിഞ്ഞത് കൊണ്ട് ഞാൻ ആ കാര്യം നിർത്തിയിട്ടോ. എന്താ വെച്ചാൽ ഇവിടെ ഇനി അത് സെറ്റാവില്ല. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തുള്ള കിടിലൻ വീഡിയോ ഒന്നും വരും വരെ എല്ലാവരോടും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. എല്ലാവർക്കും നമസ്കാരം.